നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാൻ ഞാനൊരു 10 മിനിറ്റ് സമയം തരാം. തീരുമാനം എനിക്കനുകൂലമല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഇയാള് കൊള്ളാലോ ഈ കൂട്ടക്കളം. എന്താടാ? അല്ല സാറേ, വൈഫ് തിരിച്ചു വന്നോ? എന്നിട്ട് അകത്തൊരു പെണ്ണിനെ കണ്ടു. ഇവിടെ പലരും വരും. ചോദിക്കാൻ നീ ആരാ? ഞാനും ഈ നാട്ടുകാരനല്ലേ സാറേ. സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സാറൊരു കുടുംബക്കാരനല്ലേ സാറേ? എന്തിനാ വെറുതെ ഈ ചെളിയെല്ലാം വാരി കാട്ടാനെ പോലെ സ്വന്തം ദേഹത്തോട്ടിടുന്നു? ഓ, ഞാൻ നാണം കെടുന്നതിൽ നിനക്ക് സങ്കടമല്ലേ? നമ്മളെല്ലാരും ഒരേ നാട്ടുകാരല്ലേ സാറേ? ഓ, അങ്ങനെ. കൂട്ടക്കളത്തിൽ സ്വാമിനാഥനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പോടാ പോടാ. തന്നെ ഞാൻ കാണിച്ചേ. മീനാക്ഷി, ദേ അടുത്ത പൂജയ്ക്കുള്ള സമയമായി. നീ ഇതുവരെ റെഡിയായില്ലേ? ആ, ഞാൻ റെഡിയാവുന്നത് കണ്ടില്ലേ? ഒരു കാര്യം ചെയ്, ACP അങ്ങോട്ട് ചെല്ല, ഞാൻ ദേ വരുന്നു. വേഗം വരണം. ആ. രേഷ്മയാണല്ലോ. രേഷ്മേ, കാര്യങ്ങൾ എന്തായി? അവരെക്കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഇവിടെ ഒരു കൂട്ടക്കളം ജുവലേഴ്സ് ഉണ്ട്. അവിടെ വൈശാഖും മൈഥിലിയും കൂടി സ്വർണം വിൽക്കാൻ ചെന്നതായി അറിവുണ്ട്. എന്നിട്ട്? അവിടുത്തെ ഒരു സ്റ്റാഫിനെ എനിക്കറിയാം. ഞാൻ അവന് അവരുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കൊടുത്തു. എന്നിട്ട്? അത് വൈശാഖും മൈഥിലിയും തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി ഒന്ന് വേഗം പറ. അവരാ ജുവലേഴ്സ് ഉടമ സ്വാമിനാഥന്റെ ഗസ്റ്റ് ഹൗസിലാ താമസം. ആണോ? എന്നാലേ നീ ഇനി ഒട്ടും താമസിക്കണ്ട. ആ ഗസ്റ്റ് ഹൗസിലേക്ക് നേരിട്ട് ചെല്ല്. ഈ വിവരം ഇപ്പൊ തന്നെ കാർത്തിക്കിനെ അറിയിക്കുന്നതല്ലേ മീനാക്ഷി നല്ലത്? ACPയുടെ മനസ്സ് ആകെ കലങ്ങിക്കിടക്ക രേഷ്മേ. അതൊന്ന് നോർമലാക്കി എടുക്കാനല്ലേ
എൻ്റെ ഈ ശ്രമം ഇപ്പോൾ ഈ വിവരം ACP അറിഞ്ഞ ACP പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അവരെ കൊന്നുകളയുകയും ചെയ്യും. ACPയുടെ നന്മയെ കരുതി ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ACPക്ക് തന്നെ നെഗറ്റീവായിട്ട് വന്നാലോ? പിന്നെ എന്തേ മീനാക്ഷി? നീ ആദ്യം അവരെ കണ്ടെത്താൻ നോക്ക്. എനിക്കാദ്യം അവളോട് സംസാരിക്കണം. ACPയുടെ ജീവിതം തകർത്ത ആ ദുഷ്ട മൈഥിലിയോട്. അത് കഴിഞ്ഞ് സാവകാശം ഞാൻ ACPയോട് സംസാരിച്ചോളാം. അതാ നല്ലത്. കാരണം ഇനിയും ACPക്ക് ഒരു അബദ്ധം വരരുത്. ശരിയടി. ഇനി ഈ ഇരിക്കുന്ന മാലയെടുത്ത് വധൂവരന്മാർ പരസ്പരം ചാർത്തുക. അതെന്തിനാ പരസ്പരം മാല ചേർത്തുന്നത്? അതിന്റെ ആവശ്യം എന്താ? അതെ, അത് തന്നെ എന്റെ ചോദ്യം. ഈ മാലയൊക്കെ ചാർത്തേണ്ടതിന്റെ ആവശ്യം എന്താ? ഇത് പൂജയല്ലേ സാവിത്രി? പൂജയ്ക്ക് അതിൻ്റെതായ ആചാരങ്ങളും നിയമങ്ങളും ഇല്ലേ? എന്ത് ആചാരം, എന്ത് നിയമം? ചെമ്പകമംഗലത്തെയും പിന്നെ മറ്റുള്ളവരുടെയും ദോഷങ്ങൾ മാറാനല്ലേ ഈ പൂജ? അതെ. ആ ദോഷങ്ങൾ മാറാൻ നടത്തുന്ന പൂജയ്ക്ക് എന്തിനാ വധൂവരന്മാര് പരസ്പരം മാല ചേർത്തുന്നത്? തന്നെയുമല്ല, പൂജാരി ഇവരെ വധൂവരന്മാരെന്നാണ് എപ്പോഴും പറയുന്നത്. ഇവര് ശരിക്കും വധൂവരന്മാരല്ല. വധൂവരന്മാരല്ലേ? പിന്നെ ആരാ ഇവര്? ദേ, എന്ത് പൂജയാണെങ്കിലും ഇനി പരസ്പരം മാല ചേർത്താനൊന്നും പറ്റില്ല. അല്ല പിന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ തറവാട്ടിലെ ദോഷങ്ങൾ മാറാനുള്ള പൂജ ചെയ്യാനാണ്. എന്തിനാണ് ഈ പൂജയെന്ന് രാജലക്ഷ്മി അമ്മ തന്നെ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്ക് രാജലക്ഷ്മി അമ്മേ. സാവിത്രി, തറവാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ദോഷങ്ങളൊക്കെ വന്നു ഭവിച്ചെന്ന് നിനക്കറിയില്ലേ? തറവാട്ടില് ദോഷങ്ങൾ വന്നത് ഓരോരുത്തർ ചെയ്തു കൂട്ടിയ കർമ്മഫലം കൊണ്ടാ. ഇനിയിപ്പോ അവൻ വലിയേട്ടന്റെ നേരെയാ ഒളിഞ്ഞും തെളിഞ്ഞുള്ള ആക്രമണം. തറവാടിന് പേരുദോഷം മാത്രമല്ലേ, വലിയ ശാപം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഓരോരുത്തർ നടക്കുന്നത്. നിർത്ത്. നിന്റെ സംസാരം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. രാജലക്ഷ്മിക്ക് ജയരാമനോട് ചില കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അതാ അവർ അമ്മയും മോനും എന്താണുള്ള വിഷയമാണ്.
അതെ, അവരങ്ങ് തീർത്തോളൂ. അത് മുതലെടുക്കാൻ നോക്കണ്ട. ഇനിയും ജയരാമനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ കയ്യും കിട്ടി നിൽക്കില്ല, പറഞ്ഞേക്കാം. അവള് പറയട്ടെ അച്ഛ. അവൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിൽ അവൾ ആസ്വദിച്ച് പറയട്ടെ. എന്തായാലും അവൾക്ക് ഞാൻ അങ്ങനെ അല്ലെങ്കിലും എനിക്ക് അവള് കൂടപ്പുറവ് തന്നെയാ. ഞാനെന്ത് പറയണം രാജലക്ഷ്മി അമ്മേ? സാവിത്രി, മീനാക്ഷിയെ കാർത്തിമോൻ രാഹുകാലത്ത് താലികെട്ടിയതിന്റെ ദോഷം മാറാനാ ഈ പൂജ. ഓ, ആ ദോഷം മാറണമെങ്കിൽ ഈ പൂജ ചെയ്തേ പറ്റൂ. അങ്ങനെ എന്റെ മോൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടൊന്നും ഇവിടുത്തെ ദോഷം മാറണ്ട. അത്തരം പൂജകളൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഒരു നടക്ക് പോകത്തില്ല. എന്റെ തനി സ്വഭാവം കാണിക്കേണ്ടി വരും. ഇതെന്താ സാവിത്രി ഇങ്ങനൊരു കടുംപിടുത്തം? ദോഷം മാറാൻ നടത്തുന്ന ഈ പൂജ അലങ്കോലമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ പൂജ നടത്താൻ നീ എന്തിനാ സമ്മതിച്ചത്? പൂജയ്ക്ക് താലികെട്ടും കല്യാണം ഒക്കെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഇനി എന്ത് ചെയ്യും? താലി കെട്ടാനൊന്നും പറ്റില്ല, അത്ര തന്നെ. വേണ്ട വേണ്ടെന്ന് വെച്ചാ അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്കായിരുന്നല്ലോ പൂജ നടത്തണമെന്ന് വലിയ വാശി. അത് അപ്പൊ പിന്നെ ചടങ്ങുകൾ എന്തിനാ ബാക്കി വെക്കുന്നേ? എല്ലാ ചടങ്ങുകളും അതിൻ്റെതായ ആചാര രീതികൾ അനുസരിച്ച് നടക്കട്ടെ. ഇതാണ് ന്യായം. പൂജാരി, ഇനി എന്താ ചെയ്യേണ്ടത്? അത് മാത്രം പറയും. ഈ മാലകളെടുത്ത് പരസ്പരം കഴുത്തിൽ ചാർത്തണം, ഉമാമഹേശ്വര പ്രാർത്ഥനയോടെ.
ഇവിടെ ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? എന്തായാലും മീനാക്ഷിയോട് വിളിച്ചു പറയാം. പോയേക്കാം, മീനാക്ഷിയോട് വിളിച്ചു പറയാം. അങ്കിളെ, ഈ വീട്ടിൽ ആരും താമസമില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവര് വാടകക്കാരൻ, ഒരു ഭാര്യയും ഭർത്താവും. അതെ, അവര് തന്നെ. അവരിപ്പോ ഇവിടെ കാണുന്നില്ലല്ലോ. അവരല്പം മുമ്പ് കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ സാറിന്റെ വീട്ടിലേക്ക് കയറിപ്പോന്ന കണ്ടു. അയാളുടെ ഗസ്റ്റ് ഹൗസാ ഇത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യണമെന്ന് മീനാക്ഷിയോട് വിളിച്ചു ചോദിക്കാം. ഓ ഭാവി, അച്ഛന്റെ മോളെ മുത്ത്. ഓ ഓ ഓ ചക്കരക്കുട്ടി, എന്ത് നോക്കണേ? അമ്മ ഇപ്പൊ വരും കേട്ടോ. ഓക്കെ. ഓ ഓ ഓ ഓ ഓ മോളുടെ അമ്മ ഇപ്പൊ വരും കേട്ടോ. ആ നോക്കട്ടെ, ആരെ വിളിക്കാൻ നോക്കട്ടെ. ഇവിടെ കിടക്ക, കരയില്ലേ? ഓ ഓ ആ മീനാക്ഷി, നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ അവരെ തപ്പി. അവര് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും എത്തി. എന്നാ ആ വൈശാഖ മൈഥിലി ഇവിടെ ഇല്ല. അവരുടെ ഹൗസ് ഓണർ, ജുവലറി ഉടമ കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. എന്താ നീയൊന്നും മിണ്ടാത്തെ? ഞാനിനി എന്താ ചെയ്യണ്ടേ? ഇനി നീ ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. നന്ദിനിക്ക് സന്തോഷായില്ലേ മോളെ? നിന്റെ മകനും മകളും അങ്ങനെ ഒന്നായി. ഇതെല്ലാം ഇതുവരെ എത്തിച്ച ദൈവത്തിന് നന്ദി. രണ്ടു മക്കളും ഒന്നാവുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമാണ്, അല്ലേ നന്ദിനി? ഇവര് രണ്ടു മക്കളെന്ന് പറഞ്ഞ എന്തിന്? ഇവള് പ്രസവിച്ച മക്കളാണോ? ഒന്ന് എന്റേത്, മറ്റേത് ചത്തുപോയ മാധുരിയുടേത്. ഓ, പറയുന്നു കേട്ടോ. കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ശുഭപര്യവസാനം ഉണ്ടാവുമെന്ന് ഞാനും കരുതിയില്ല. എന്റെ സൽസ്വഭാവിയായ സാവിത്രി ചേച്ചി ഒന്ന് ഇടറിയപ്പോ പണി പാളിയെന്നാ ഞാനും കരുതിയത്. പക്ഷേ ഓർക്കപ്പുറത്താ കാർത്തി സടകുടഞ്ഞ് എഴുന്നേറ്റത്, ഒരു സിംഹത്തെ പോലെ. കാർത്തിയുടെ ഈ മാറ്റം കണ്ടപ്പോ ഞാനും അങ്ങ് അമ്പരന്നു പോയി. ഇത്ര പെട്ടെന്ന് അവൻ ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. മൈഥിലിയുടെ പ്രശ്നം വന്നപ്പോ എന്റെ മോനൊന്ന് തകർന്നു പോയതാ മാലതി. മനസ്സുകൊണ്ടവൻ വളരെ നല്ലവനാ. കാറ്റും കോളും മിന്നലും ഇടിയൊക്കെ ഉണ്ടായെങ്കിലും എല്ലാം തീർന്നു. ഒരു തോരാമഴ
പെയ്തു തീർന്ന പോലെ. ഒരു മഴയും തോർന്നിട്ടില്ല. കുറേ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവണം. സങ്കടങ്ങളില്ലാത്തവൻ്റെ സന്തോഷം സന്തോഷമല്ല. ഏറെ കരഞ്ഞവർക്ക് മാത്രമേ ഒരു ചെറു ചിരിയുടെ വില മനസ്സിലാവൂ. ഏതായാലും എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റും.